കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. സുനാമി തിരമാലകൾ തകർത്തെറിഞ്ഞ കൊല്ലം തീരം. കൊല്ലം ജില്ലയിൽ ആലപ്പാട്, അഴീക്കൽ മേഖലകളിലെ തീരങ്ങളെയാണ് 2004 സുനാമി തിരകൾ രൂക്ഷമായി ആക്രമിച്ചത്. രാവിലെ 10 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെ കൊല്ലത്തെ തീരപ്രദേശങ്ങളിൽ ശക്തമായ കടലാക്രമണമുണ്ടായി. ഉച്ചയ്ക്ക് 12:30 അഴീക്കലിൽ സുനാമി തിര പ്രത്യക്ഷപ്പെട്ടത്. 15 മിനിറ്റോളം ഒന്നിനു പിറകെ ഒന്നായി ശക്തിയായ തിരകൾ 1 മണി ആയപ്പോഴേക്കും കടൽ 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് വലിഞ്ഞു. പണ്ടുകാലത്ത് നിർമ്മിച്ച കടൽ ഭിത്തികൾ നിരനിരയായി കാണാവുന്ന തരത്തിലായിരുന്നു കടലിൻ്റെ ഇറങ്ങിപ്പോക്ക്. കടൽ ഉൾവലിഞ്ഞത് കാണാനും കടൽ പിന്മാറിയപ്പോൾ തീരത്തടിഞ്ഞ മീൻ പെറുക്കാനുമായി ധാരാളം ആളുകൾ കടൽ തീരത്തേക്ക് വന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തീവണ്ടി കടന്നു പോകുന്നത് പോലെ കാതടുപ്പിക്കുന്ന ശബ്ദമുയർന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ തീരദേശവാസികൾ അമ്പരന്ന് നിൽക്കുമ്പോൾ കടൽ ഒരു തെങ്ങോളം ഉയരത്തിൽ കരയിലേക്ക് പാഞ്ഞു കയറി. കടൽ ജലം തിരമാലകളായി മറിയാതെ ഒരേ നിരപ്പിലാണ് കരയിലേക്ക് ആർത്തലച്ചെത്തിയത്. പിന്തിരിഞ്ഞ് ഓടിയവരുടെ മുകളിലേക്ക് കടൽ വന്നു പതിച്ചു. കടലിനെയും കായലിനെയും വേർതിരിച്ചുകൊണ്ട് 1 കിലോമീറ്ററോളം വീതിയിലും 18 കിലോമീറ്ററോളം നീളത്തിലും കിടക്കുന്ന ഭൂപ്രദേശമാണ് ആലപ്പാട്. ആലപ്പാട്ടുകാരെ മറികടന്ന കടൽ കായൽ വരെ എത്തി. 5 മീറ്റർ ഉയരത്തിൽ ഉയർന്ന തിരകൾ കരയിൽ നിന്നവരെ കായലിൽ കൊണ്ടുചെന്ന് തള്ളി. മരങ്ങളിലും മറ്റും പിടിച്ചു കിടന്നാണ് പലരും രക്ഷപ്പെട്ടത്. വളർത്തു മൃഗങ്ങൾ മിക്കതും കടലിൻ്റെ ആക്രമണത്തിൽ ഒഴുകിപ്പോയി. വീടുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ, വലകൾ, വീട്ടുപകരണങ്ങൾ എന്നിങ്ങനെ മനുഷ്യർ ഉണ്ടാക്കിയ സകലതും കടലിലെത്തിച്ച കൂറ്റൻ തിരമാലകൾ കരയ്ക്ക് കയറ്റിവെച്ചിരുന്ന ബോട്ടുകളെ 1/4 കിലോമീറ്റർ അകലേക്ക് തള്ളി നീക്കി. കടൽ ഭിത്തി കെട്ടിയിരുന്ന കൂറ്റൻ കരിങ്കല്ലുകൾ 150 മീറ്റർ ദൂരേക്ക് തെറിച്ചുപോയി. തിര പിൻവാങ്ങിയപ്പോൾ കടൽ തീരത്തെ റോഡിൽ 4 അടി വരെ ഉയരത്തിൽ കരിമണൽ നിക്ഷേപിക്കപ്പെട്ടു. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ജനജീവിതം സാധാരണ നിലയിലായത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.